യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താനും മുന്നേ, എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനിപ്പം ദുബൈയിലാണ്. ഏകദേശം 21 വർഷമായി ഞാൻ ദുബൈയിൽ വന്നിട്ട്. ഫാമിലിയോടൊപ്പം ദുബൈയിൽ തന്നെയാണ്. മക്കളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. നല്ലൊരു കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 19 വർഷം ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിനു മുന്നേ ദുബൈയിൽ വരുന്നതിന് മുന്നേ ഏകദേശം 8 വർഷം ബോംബെയിൽ ഗോദ്രേജിൻ്റെ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ജോലിയോടൊപ്പം നല്ലൊരു വരുമാനം ഉള്ളതുകൊണ്ടാണ് ഫാമിലിയോട് കൂടെ നിർത്താൻ സാധിച്ചത്. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ വരുമാനം ആവശ്യമുള്ള സമയത്ത് സ്വന്തം കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു ബിസിനസ് ദുബായിൽ ചെയ്തു. അതങ്ങനെ പരാജയപ്പെട്ടു പോയി. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്താണ് പല പല പ്രോബ്ലംസും വരുന്നുണ്ടാവുക. എനിക്കും ഇതുപോലെ കൊറോണ വന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കയ്യിലുള്ള പൈസ സമ്പാദ്യങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. കൊറോണ വന്ന സമയത്ത് ജോലിയിലുണ്ടായിരുന്ന ശമ്പളം പകുതിയായി മാറി. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു സ്ട്രഗിൾ അനുഭവപ്പെട്ടു. ഈ ഒരു വരുമാനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നത്. അന്നേരം ഒരു താല്പര്യമില്ലാതെ, ഇപ്പം നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന പോലെ ഞാനും ഇത് കേട്ടതാണ്. ഒരു താല്പര്യമില്ലാതെ മാത്രമല്ല, പറയുന്ന ഒരു കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1, 2, 3 പ്രാവശ്യം കേൾക്കാനുള്ളൊരു മനസ്സെനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സായി ഇതിന് മനസ്സിലാക്കാൻ സാധിച്ചു. 1.5 വർഷം ജോലിയോടൊപ്പം ഞാൻ പാർട്ട് ടൈമായിട്ട് ഇത് ചെയ്തു. അതിനുശേഷം എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കൊറോണ വന്ന സമയത്ത് കമ്പനി ശമ്പളം പകുതിയാക്കിയെങ്കിൽ ഇനി ഇതുപോലത്തെ എന്തൊക്കെ വരാൻ കിടക്കണു, ശമ്പളം എവിടെ പകുതിയാവും, എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, മക്കൾ വലുതായി വരുന്നതാണ്, ജോലിയിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലാന്ന് തിരിച്ചറിവ് ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈമായിട്ട് ഇന്ന് ഞാൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, 1 രൂപ പോലും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഒരു പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്നേ വരെ വാങ്ങിച്ചിട്ടില്ല. ഒരാളെ കൊണ്ടും ഇവിടെ യാതൊരുവിധ നിർബന്ധമായ പ്രൊഡക്റ്റ് പർച്ചേസിങ് ചെയ്തിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്ന ബിസിനസ്സല്ല. അപ്പം നിങ്ങൾ വന്നിരിക്കുന്ന ഇപ്പം 69 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒറ്റ റിക്വസ്റ്റ്, ഞാനിത് പറഞ്ഞു തീരുന്നത് വരെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും സംശയങ്ങളും എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ടാവും. അത് കംപ്ലീറ്റ് കേട്ടും മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊരു സ്ലൈഡ് സഹായത്തോടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ബിസിനസ് എന്ന് പറയുമ്പോൾ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പിറകെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടം ഓടി ടെൻഷനും റിസ്ക്കുമായിട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് ബിസിനസ് നമ്മളെല്ലാവരും കാണുന്നുണ്ടാവില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ, ടെൻഷൻ അടിക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, ചെയ്യുന്ന ജോലിയോടൊപ്പം പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് വീട്ടു ജോലിയോടൊപ്പമോ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടും, നിങ്ങൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, യാത്രയിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതിനാകെ വേണ്ടുന്നത് ക്ഷമ മാത്രമാണ്. നിങ്ങളിതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതും ജീവിതകാലം മുഴുവനും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ബിസിനസ്സാക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടോ? വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി ദ ടീം ഓഫ് ചാമ്പ്യൻ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനം ലക്ഷക്കണക്കിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിൻ്റെ CEO കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു കൺസ്യൂമറിനെ സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റുകയാണ്. ഇവിടെ ഏകദേശം 69ഓളം ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കൺസ്യൂമറാണ്, കസ്റ്റമറാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. അധ്വാനിക്കുന്ന പൈസ കൊടുക്കുന്നു, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വീട്ടിനടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ കച്ചവടക്കാരോ നമുക്കൊരു അവസരം തന്നിട്ടുണ്ടോ? ഒരു വരുമാനം ഇതിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനുള്ള ഒരു അവസരമോ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്കറിയാം, കേരളത്തിൽ പ്രളയം വന്നിട്ടുണ്ടായിരുന്നു, കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു, വരുമാനം നിലച്ചു പോയ ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കമ്പനിക്കാരോ കച്ചവടക്കാരോ ഇപ്രാവശ്യത്തെ സാധനം പൈസ തരാതെ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും കമ്പനിക്കാരും പരസ്യക്കാരും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒരു കൺസ്യൂമറിനെ എംപവർമെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയാണ്.
ഈ പിക്ചറിലുള്ള എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? വാട്ട് ഈസ് യുവർ ഡ്രീം? ധാരാളം പണം സമ്പാദിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഒരു വാഹനം സ്വന്തമായിട്ട് വാങ്ങിക്കുക. വാഹനം ഇന്ന് എല്ലാവരുടെ വീട്ടിലും വാഹനം കാണാം, ബൈക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കാറുണ്ടാവും. പക്ഷെ ഒരു ലക്ഷറി വാഹനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. വിദേശ യാത്രകൾ ഫാമിലിയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും വീട് വെക്കാറുണ്ട്. ലോൺ എടുത്ത് ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്ന പൈസ EMI അടച്ചുകൊണ്ട് വീട് വെക്കുന്ന ആൾക്കാരാണ്. ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ലൈഫ് എൻജോയ് ചെയ്യാൻ, ഇതെല്ലാം സ്വപ്നങ്ങളാണ്. നമ്മൾ പഠിക്കുന്നു, നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്കിൽ അനുസരിച്ചുള്ള വരുമാനം ചിലപ്പോൾ കിട്ടിയെന്ന് വരാൻ സാധ്യത കുറവായിപ്പോൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടുവാന്ന് പറഞ്ഞാൽ 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ, അതിന് മേലോട്ടുള്ള ശമ്പളം നന്നായി പഠിച്ച ഒരാൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. നോർമൽ ലെവലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 5,000 മുതൽ 12,000 രൂപയുള്ള വരുമാനം മാത്രമേ കിട്ടുള്ളൂ. ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലവ് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് പല മേഖലകളിലും പോകുന്നത്. നാട്ടിൽ കാണുന്ന പല ഉടായ്പിലും പോയി തലവെച്ച് കൊടുക്കുന്നതും കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടികൾ കംപ്ലീറ്റ് പൈസ കൊടുക്കുന്ന ആൾക്കാർ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമല്ലോ എന്നിട്ട് പോകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇത് കൂടാതെ വാട്ട് യു ഗെറ്റ്, വേറെ എന്തൊക്കെ നമുക്ക് നേടാം? ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം. അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ് ഇത് കേൾക്കുന്നെങ്കിൽ, വീട്ടമ്മ എന്ന് പറയുന്നത് നന്നായി പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം. സാഹചര്യങ്ങൾ കാരണം കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിലെ ആൾക്കാരെ നോക്കാനും വീട്ടിൽ ജോലി ചെയ്യാനും വീട്ടമ്മമാരായി ഒതുങ്ങി കൂടിയവരായിരിക്കും കൂടുതലും. അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും, സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? ഒരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ, ഒരു സാരി വാങ്ങിക്കണമെങ്കിൽ, ഒരു ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ പോലും ആരെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വീട്ടമ്മമാരുടെ. ഇവിടെ ഏതൊരു വീട്ടമ്മയ്ക്കും അറിയാം, രാവിലെ തൊട്ട് വൈകുന്നേരം ഉച്ച വരെയൊക്കെ ചിലപ്പോൾ ജോലി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 3-4 മണി സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നവരെ കുറിച്ച് ചിലപ്പോൾ വീട്ടമ്മമാർ ഫ്രീ ആയിരിക്കും. ആ സമയത്തായിരിക്കും TV കാണുന്നുണ്ടാവും, ആ സമയത്തായിരിക്കും ഉറങ്ങുന്നുണ്ടാവാം. ആ പാഴാക്കി കളയുന്ന സമയം ഒന്നിവിടെ മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് തന്നെ ലക്ഷറി ലൈഫിലേക്ക് പോകാനും നിങ്ങളെ ഫാമിലിയെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. ഒരു സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് കേൾക്കുവാണെങ്കിൽ, ഒരു 5 വർഷം നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഇതിന് പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ജോലിക്കോ ഒരു ഇൻ്റർവ്യൂവിനോ പോകേണ്ട ആവശ്യമുണ്ടാവില്ല. ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും അതേ സമയത്ത് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാനും ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം സാധിക്കുന്നുണ്ടോ? സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ കടയിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ, ഒരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ കാണും, ഇഷ്ടപ്പെടും, ഓക്കെയാണ്. പക്ഷേ അവസാനം നമ്മളതിൻ്റെ പ്രൈസിലേക്ക് ഒരു നോട്ടമുണ്ടോ? പ്രൈസ് ടാഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേണ്ട, വേറെ ഒന്ന് എടുത്തോ നമ്മൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? പല ആൾക്കാർ 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഒരു നല്ല സാരി കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടും, വില നോക്കിയതിന് ശേഷം ഇത് വേണ്ട എന്ന് വേറെ എടുത്തോ പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത്രയും പൈസ ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസക്കുള്ള സാധനം ഇഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുന്നുണ്ടാവും. ടൈം ഫ്രീഡം. ഇന്ന് ഏറ്റവും വില കൂടിയ സാധനമാണ് സമയം. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കാരണം സമയം പോകുന്നത് അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായ സമയം അവൈലബിൾ ആയിരിക്കും. കാരണം ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിക്ക് അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന് സ്കൂൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു കല്യാണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്ത് ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ടാകും. ഒരു ബിസിനസ്സുകാരനായാലും അതേപോലെ തന്നെയായിരിക്കും. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും സമയം അവൈലബിൾ ആണ്. ആരോടും ചോദിക്കേണ്ട, ഒരു പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഈ ബിസിനസ് വെച്ച് 4 വർഷമായി. ഈ 4 വർഷമായിട്ട് എനിക്ക് ഡോക്ടർക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു യാതൊരുവിധ കെമിക്കൽ ഡ്രഗ്സ് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കുന്നുണ്ടാവും. അതുകൂടാതെ ലെജൻഡായി മാറാൻ, ലെഗസി ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജനറേഷൻ, അവരുടെ ജനറേഷൻ നമ്മൾ ഓർത്ത് പോകുന്ന മക്കളുടെ മക്കളൊക്കെ നമ്മൾ ഓർക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മളുടെ പേരൻസിനെ നമുക്കറിയാം, അവരുടെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിനപ്പുറം നമ്മൾ ഓർക്കാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഈ ഒരു ബിസിനസ് നിങ്ങളുടെ എല്ലാ ജനറേഷനും ഓർക്കാനും
നിങ്ങൾ അറിയപ്പെടുന്ന വ്യക്തിയായി മാറാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് ഏർലി റിട്ടയർമെൻ്റ് ആണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഞാൻ 1.5 വർഷമായിട്ട് ഈ ബിസിനസ് വന്നതിന് ശേഷം റിട്ടയർമെൻറ്റ് ലൈഫിൽ വന്ന വ്യക്തിയാണ്. ഇപ്പം വീട്ടിലിരിക്കുകയാണ്, ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കുകയാണ്. ഒരു 5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ ഇങ്ങനെയൊന്നും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ആളെന്നല്ല കേട്ടോ. ആദ്യം ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ബാക്കോട്ട് പോകുന്ന വ്യക്തിയാണ്. ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ദിവസവും ആൾക്കാരുടെ മുന്നിലേക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവ് എനിക്ക് തന്നത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. അതോടൊപ്പം തന്നെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിദേശ യാത്രകൾ. നമ്മളെല്ലാവരും ചങ്ങായിമാരൊക്കെ ജോലി പോകുന്ന സമയത്ത് ഒരുമിച്ച് പറയും, നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് കറങ്ങാൻ പോയാലോ, ഊട്ടിയിലോ കൊടൈക്കനാലോ ഒന്ന് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച ലീവ് എടുക്കും. നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന പൈസ ചിലവാക്കിയിട്ടായിരിക്കും ഈ കറങ്ങാൻ പോകുന്നുണ്ടാവും. ഊട്ടിയിൽ കൊടൈക്കനാൽ ഗോവയിലൊക്കെ പോകുമ്പോൾ നല്ല പൈസ ചിലവാകും. ഒരാഴ്ച ലീവ് എടുത്തിട്ടായിരിക്കും പോകേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ശമ്പളം കുറയുന്നുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിക്കാൻ വർഷത്തിൽ 3 പ്രാവശ്യം സാധിക്കും, ഫ്രീ ആയിട്ട്. അവിടെ ലീവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ യാത്രകൾ പോകുന്ന സമയത്ത് പോലും നിങ്ങളുടെ വരുമാനത്തിന് യാതൊരു കുറവുണ്ടാവില്ല. എല്ലാ മാസം കിട്ടുന്ന വരുമാനം അതേപോലെ കിട്ടുന്നുണ്ടാവും. അടുത്തത് ഹെൽപ്പിംഗ് അതേഴ്സ്. കുറേ വ്യക്തികളെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ദുബായിൽ 21 വർഷമായി. 19 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു കുടുംബത്തിന് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ആർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരാളെയും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും സഹായിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ ബിസിനസ് 4 വർഷമായിട്ട് ഒരുപാട് ഫാമിലി, നേരത്തെ തന്നെ ഇൻവൈറ്റ് ചെയ്ത ഭീമ മാഡം ഒരു ഹൗസ് വൈഫായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് 3 വർഷം മുന്നേ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട ഒരു വീട്ടമ്മയാണ്. അന്ന് അവരുടെ കയ്യിൽ ഞാൻ ഈ പ്ലാൻ പ്രസൻറ്റേഷൻ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇന്ന് ആ കുഞ്ഞ് അംഗനവാടി പോയി തുടങ്ങി. ഇന്ന് ഇവരുടെ വരുമാനം, ഒരു വീട്ടമ്മയാണ്, വീട്ടിലിരുന്നു കൊണ്ട് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനേക്കാളും വരുമാനം വാങ്ങിക്കുന്ന ഓൺട്രപ്രണറായി മാറിയിരിക്കുകയാണ്. ഇവിടെ അനേകം ഫാമിലിക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അനേകം ഫാമിലിക്ക് ആരോഗ്യം, വർഷങ്ങളായിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ കഴിച്ചിട്ട് പോലും ഒരു മാറ്റമില്ലാത്ത ആ ഒരു ഫാമിലിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ, അവർക്ക് ജോലിക്ക് പോകാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഈ 2 സ്ലൈഡിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കുമെന്നാണ്. ഇത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ഇന്ത്യൻ കമ്പനിയാണ്. ഡൽഹിയിലായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. ഹിമാചലിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത്. ഡൽഹിയിലും ബാംഗ്ലൂരും 2 ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മളെ പോലെയുള്ള 6 വ്യക്തികളായിരുന്നു കമ്പനിയോടൊപ്പം അന്ന് അസോസിയേഷൻ ചെയ്തത്. 21 വർഷം കംപ്ലീറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞ 10 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പല ആൾക്കാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അങ്ങനെയുള്ള ബിസിനസ് അല്ല കേട്ടോ. പ്രൊഡക്റ്റ് വിൽപ്പനയോ കുറേ ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ല കേട്ടോ. ഞാൻ കമ്പനി പ്രൊഫൈലാണ് പറയുന്നത്. 10 പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് 2025 ആവുമ്പോഴേക്കും 21 വർഷം കംപ്ലീറ്റ് ആയി 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വലിയൊരു കമ്പനിയായി മാറി. 2 ഓഫീസ് ഉണ്ടായിരുന്നത് 5000-ലധികം ഔട്ട്ലെറ്റായി മാറി. ഏകദേശം 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള കമ്പനിയായി മാറി. 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടങ്ങിയ കമ്പനി 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുള്ള കമ്പനിയായി മാറി. അതിൻ്റെ ഫൗണ്ടർമാരാണ് ഈ പിക്ചറിൽ കാണുന്ന മിസ്റ്റർ ഗൗതം ബാലി സാർ, കൺവേർബീർ സിംഗ് ആൻഡ് ദീപക് സാർ. മലേഷ്യൻ കമ്പനിയിലെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സിഇഒമാരാണ് ഇദ്ദേഹം. ഇവരുടെ 3 പേരുടെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഹൈ വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സാണ്. മലേഷ്യ പോലത്തെ ഒരു ചെറിയ രാജ്യത്ത് റിച്ച് ആയിട്ടുള്ള കുറേ ആൾക്കാർ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇത് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടർമാരാണിത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ലോകത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 പ്ലേസിൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 38ാമത്തെ സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 5000 കോടി ടേൺ ഓവറാണ്. ഇൻ്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ UAE, ഞാൻ UAEയിലുള്ള ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻ, ഇത്രയും രാജ്യങ്ങൾ കമ്പനി ഓൾറെഡി റണ്ണിങ്ങിലാണ്. 30ഓളം രാജ്യങ്ങൾ ലക്ഷ്യമാക്കി പോകുന്ന ഈ കമ്പനി 1000-ലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകാൻ പോകുന്ന കമ്പനിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ 21 വർഷം കംപ്ലീറ്റ് ആയ ഇത്രയും വലിയൊരു കമ്പനിയോടൊപ്പം ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഈ കമ്പനിയോടൊപ്പം ഒരു ബിസിനസ് ഡെവലപ്പിംഗ് ആഗ്രഹിക്കുന്നുണ്ടോ?
ഇവിടെ സ്ക്രീനിൽ കാണാം ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ കമ്പനിയിൽ പോയി വാങ്ങിക്കാൻ സാധിക്കില്ല. C&F ഏജൻറ്റ് വഴി, സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലർമാർ വഴി നമ്മുടെ വീട്ടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് എത്തുകയാണ്. 100% പൈസ കൊടുത്തിട്ട് MRP കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. പക്ഷേ ആ മാനുഫാക്ചറിങ് കമ്പനിക്ക് ആകെ കിട്ടുന്ന പൈസ 40%. ബാക്കിയുള്ള 60% പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും ഇടനിലക്കാർക്കും. അതുകൂടാതെ ഈ ഇടനിലക്കാരൊക്കെ അവരുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു പൈസ പോലും കൊടുക്കാത്ത സിനിമാ താരങ്ങൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും കോടികൾ വാങ്ങിച്ചുകൊണ്ട് TV-യിലൂടെ പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പോലും നോക്കാതെ 5 കോടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. TV തുറന്നു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയിലും ഓരോ സിനിമാ താരങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം പറയും, 5 കോടി വാങ്ങിച്ചിട്ട്. ചിലപ്പോൾ ഒരേ സിനിമാ താരം തന്നെ 5 പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം പറയുന്നുണ്ടാവും. കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക അവർ സെലിബ്രിറ്റീസുകൾ. ഇവിടെ നമുക്ക് എന്ത് വരുമാനമാണ് കിട്ടുന്ന സുഹൃത്തുക്കളെ? ഇത്രയും പ്രൊഡക്റ്റ് അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 1 രൂപയുടെ വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരുന്നതായാലും കച്ചവടക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നേരിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജ് കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാം. കമ്പനിക്ക് 40%, ബാക്കി വരുന്ന 60% ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി ഒരവസരം കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും കസ്റ്റമറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കൊടുക്കുന്ന 60% നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ അവസരം ലഭിക്കുന്നു. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റാൻ, ആ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, ഈ സിനിമാ താരങ്ങൾ പറഞ്ഞ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ അതേ സിനിമാ താരങ്ങളെ പോലെ സെലിബ്രിറ്റിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ്. ഇവിടെ 77 പേര് ഇവിടെയുണ്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലായിരിക്കുമോ, നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഇന്നേ വരെ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനിയും ഈ വിലക്ക് തന്നിട്ടുണ്ടാവില്ല. ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഒരൊറ്റ ഉപയോഗത്തിലൂടെ നിങ്ങൾ ഇതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറാൻ സാധിക്കുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഒരു ഉപയോഗത്തിലൂടെ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇതിൻ്റെ അടപ്പ് തുറന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും, റിസൾട്ട് ലഭിക്കും. നിങ്ങൾ അന്ന് മുതൽ ഇതിൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടാവാം. ഇവിടെ ഏത് സാധാരണക്കാരനും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെ നമുക്ക് ലഭിക്കാം? നിങ്ങൾക്ക് ആരാണോ ഈ 77 പേരിൽ നിങ്ങൾക്ക് ആരാണോ ഈ സൂം ലിങ്ക് അയച്ചെന്ന വ്യക്തിക്ക് ഒരു ഹായ് കൊടുക്കുക. ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഹായ് കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി, ഈ 450-ൽ പരം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങളുടെ മൊബൈലിലേക്ക് ഓപ്പൺ ആക്കി തരും. രജിസ്ട്രേഷൻ ചെയ്യുക, ഫ്രീ ആയിട്ട്, യാതൊരുവിധ പൈസയും കൊടുക്കേണ്ട ആ കമ്പനിയോടൊപ്പം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ കമ്പനിയുടെ 450-ൽ പരം പ്രൊഡക്റ്റ് കാണാൻ സാധിക്കും. നമ്മൾ ഈ മീഷോയിലും ആമസോണിലൊക്കെ കാണുന്ന പോലെ എല്ലാ പ്രൊഡക്റ്റും അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. 35% ഡിസ്കൗണ്ടാണ് ആ പ്രൊഡക്റ്റ് തരിക ഡിസ്ട്രിബ്യൂട്ടർമാർക്ക്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു 100 രൂപയുടെ സാധനമാണ് അതിൽ MRP കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 65 രൂപയ്ക്ക് ലഭിക്കും. 35% ഡിസ്കൗണ്ടാണ്. ഓരോ പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങൾ എത്ര രൂപ ചിലവാക്കുന്നുണ്ടോ അതിൻ്റെ 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. രണ്ടും രണ്ടാണ് കേട്ടോ. ആദ്യം പറഞ്ഞ ഡിസ്കൗണ്ട് 35% ഡിസ്കൗണ്ട് ആണെങ്കിൽ താഴെ കാണുന്ന 10% ഫ്രീ പ്രൊഡക്റ്റാണ്. അടുത്തത് ക്യാഷ് ബാക്ക്. നിങ്ങൾക്ക് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പം നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനത്തിൻ്റെ ലാഭം ഈ സിനിമാ താരങ്ങൾ കൊടുക്കുന്ന പൈസയിലത്ത് ചെറിയൊരു അംശം നിങ്ങൾക്ക് തരുവാണ്. 5 മുതൽ 16% വരെ ഒരു വരുമാനം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് ആട്ടോ. ബിസിനസ് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റ് വേറെ വരും. ഇത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, സ്വന്തം വീട്ടിലേക്ക് അവനവൻ്റെ ഉപയോഗത്തിന് വാങ്ങിക്കുന്ന അതിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞിട്ടോ. പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 35% ഡിസ്കൗണ്ടിലും 10% ഫ്രീ പ്രൊഡക്റ്റും 5 മുതൽ 16% വരെ വരുമാനം വാങ്ങിക്കാൻ അവസരം. അടുത്തൊരു പ്രത്യേകത,
ഒരു സിനിമാ താരങ്ങളും ഇന്നേ വരെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിക്കാം. 30% യൂസ് ചെയ്തത് വരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത്. ഒരു 30% യൂസ് ചെയ്യാം. ഒരു മാസം വീട്ടിൽ വെച്ചിട്ട് ക്വാളിറ്റി ഇല്ല എന്ന് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങൾ ചിലവാക്കിയ പൈസ നിങ്ങൾക്ക് നഷ്ടമായെന്നൊരു വിഷമം വരുവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. കമ്പനി പൈസ തിരിച്ചു തരാൻ റെഡിയാണ്. അങ്ങനെ ഏതെങ്കിലും കമ്പനിക്കാർ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? 100% മണി ബാക്ക് ഗ്യാരണ്ടി ഒരു കമ്പനി 21 വർഷമായിട്ട് കൊടുക്കണമെങ്കിൽ അവരെത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? 21 വർഷം ഒരാൾ പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത്രക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ വെസ്റ്റീജിൻ്റെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. അവിടെ വീണ്ടും ഒരു ഓഫറാണ്. 4 മാസം നിങ്ങൾ പൈസ കൊടുത്ത് ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ 5ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാം. എത്ര വർഷങ്ങളായി നിങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയിൽ പോയിട്ട് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും അല്ലെങ്കിൽ ഒരു സോപ്പെങ്കിലും ആരെങ്കിലും ഫ്രീ തന്നിട്ടുണ്ടോ? ഏതെങ്കിലും കച്ചവടക്കാരൻ, ഏതെങ്കിലും കമ്പനി? ഇവിടെ വെസ്റ്റീജ് കമ്പനി 4 മാസം വാങ്ങിച്ചാൽ 5ാമത്തെ മാസം ഫ്രീ ആണ്. അത് 2500 മുതൽ 20,000 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അത് നിങ്ങളൊരു 100 പോയിന്റ് വാങ്ങിക്കുകയാണെങ്കിൽ 4 മാസം കണ്ടിന്യൂ വാങ്ങിച്ചാൽ 5ാമത്തെ മാസം 2515 പ്രൊഡക്റ്റ് ഫ്രീയാണ്. ഇത് വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഓഫറാണ്. ആവശ്യക്കാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപക്ക് വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കി ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിച്ച് സാധനം വാങ്ങിപ്പിക്കില്ല. ഒരാളും നിങ്ങൾ വിളിച്ച് പറയില്ല സാധനം വാങ്ങിക്കാൻ വേണ്ടി. കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ 1-2 പ്രൊഡക്റ്റ് വാങ്ങിച്ച് ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രം ഈ കമ്പനിയോടൊപ്പം ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെ ഇതിനെ ഒരു 9 തരം വരുമാനത്തിലേക്ക് പോകാൻ സാധിക്കും? ഞാൻ 4 വർഷം മുന്നേ ഈ കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഒരു 3000 രൂപക്ക് മേലുള്ള സാധനം ഞാൻ വാങ്ങിച്ചത് എൻ്റെ വീട്ടിലേക്ക്. അത്രയും ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പ്രായത്തിനുള്ള ഒരു കമ്പനി സാധനം വാങ്ങിച്ച പൈസയുടെ 10% ഫ്രീ പ്രൊഡക്റ്റ് തരുന്ന കമ്പനി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഒരു കമ്പനിക്കും തരാൻ സാധിച്ചില്ല. ഒരു ഐശ്വര്യ റായി പറഞ്ഞതോ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ പ്രൊഡക്റ്റിനോ ഈ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഈ വിലയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരൊറ്റ പല്ല് തേക്കുന്ന പേസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഒരു ഉപയോഗത്തിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്നെ എക്സൈറ്റഡ് ആക്കിയത് ആ ഒരൊറ്റ കാര്യമാണ്. ആ പല്ല് തേക്കുന്ന പേസ്റ്റിൽ കിട്ടിയ റിസൾട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ 14 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന മൗത്ത് അൾസർ ആ ഒരു പേസ്റ്റിൽ മാറിയെന്ന കാര്യം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ, കാരണം അവർക്കറിയാം എല്ലാ മാസവും ആദ്യത്തെ 2 ആഴ്ച എനിക്ക് വായപ്പൊണ്ണ് വരും. ഡോക്ടർമാരെ കാണിക്കും. ഒരു ഡോക്ടർമാർക്കും അത് മാറ്റാൻ സാധിക്കില്ല. 2 ആഴ്ച കഴിയുമ്പോൾ അതങ്ങ് പോകും. അടുത്ത മാസം വീണ്ടും വരും. ഇത് വർഷങ്ങളായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷെ അത് മാറി എന്ന് വെസ്റ്റീജിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ, വെറും 72 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അത് മാറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ സെൻസിലും പല പേസ്റ്റുകളും നമുക്ക് റെഫർ ചെയ്ത് ഒരു പേസ്റ്റിലും മാറ്റാൻ പറ്റില്ല. പല സപ്ലിമെൻറ്റ്, പല വിറ്റാമിൻ ഗുളികകൾ തന്നിട്ടുണ്ടായിരുന്നു, അതിലും മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വെസ്റ്റീജിൻ്റെ ആ 72 രൂപയുടെ പേസ്റ്റ് കിട്ടിയ റിസൾട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചങ്ങായിമാരോടൊന്ന് പറഞ്ഞപ്പോൾ അവരും ഈ കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്ന പല്ലുവേദന മാറാൻ തുടങ്ങി, പല്ല് പുളിപ്പ് മാറി. അവർ ഈ വെസ്റ്റീജിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. 6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ് കണക്റ്റായെങ്കിൽ ഇന്ന് 4 വർഷമായപ്പോൾ ആ 6 വ്യക്തികളിലൂടെ ഏകദേശം 5300-ലധികം ആൾക്കാർ 13ഓളം രാജ്യത്തിരുന്നു കൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതിനകത്ത് അജയ്കുമാർ ചേട്ടനുണ്ട്. അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി സിംഗപ്പൂരിൽ നിന്നാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കണേ. സിംഗപ്പൂരിലേക്ക് 10,000 രൂപ കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് അവർ സാധനം കൊണ്ടുപോകുന്നത്. അവിടെ സാധനം കിട്ടാനിട്ടല്ല. നമ്മൾ ഫോറിൻ സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടുതരാറുണ്ടല്ലേ. ഇവിടെ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് സിംഗപ്പൂരിലേക്ക് കൊറിയർ ചാർജ് കൊടുത്ത് ആൾക്കാർ കൊണ്ടുപോകാം. അത്രക്കും ക്വാളിറ്റി അതിനുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതിൽ 9 തരം വരുമാനം ഉണ്ടാക്കാൻ അവസരമുണ്ട്. ഇതിൽ 8 തരം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 ഫ്രണ്ട്സിനോട് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൽ കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിലുണ്ടാകുന്ന വരുമാനം ഉണ്ടാക്കുന്ന സാധ്യതകളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇന്ന് ഏകദേശം 10 ലക്ഷത്തിന് മേലുള്ള കച്ചവടം നടക്കുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ വഴി ഒരു ഷോപ്പില്ലാതെ, ഒരു സ്റ്റാഫില്ലാതെ, 1 രൂപ വാടക കൊടുക്കേണ്ട, ഒരു സാധനം പോലും ബൾക്കായി വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 10 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട്. പെട്രോൾ അടിക്കണ്ട, വണ്ടിക്കൂലി വേണ്ട, ടെൻഷനില്ല, റിസ്ക് ഇല്ല. ഞാൻ ആകെ 6 പേരോട് മാത്രമേ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ.
അവരത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവർക്ക് ക്വാളിറ്റി വിശ്വാസം വന്നു. അവരത് ഞാൻ ചെയ്ത പോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത പോലെ നെറ്റ്വർക്കായി മാറി. ഇന്ന് 8 തരം വരുമാനം വാങ്ങിക്കുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിരിക്കുക ഞാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചുപയോഗിച്ച് ഒരു നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ട് അതോടൊപ്പം ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ കാണിക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കോമേഴ്സ്. നമുക്കിന്ന് എല്ലാവർക്കും അറിയാം, അമേരിക്കൻ കമ്പനി ആമസോൺ ആണ് നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊടുത്തിരുന്നത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആമസോൺ കമ്പനി മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുതരും, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ വെസ്റ്റീജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇ കൊമേഴ്സ് വഴി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജിലൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ, ആരോഗ്യം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ഈ ഒരു സന്തോഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാൻ സാധിക്കുവാണെങ്കിൽ, ബന്ധക്കാരോട് പറയാൻ സാധിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആരോടെങ്കിലും പറയാൻ സാധിക്കുവാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6 പേരോട് പറഞ്ഞപ്പോൾ ഇന്ന് 5300-ലധികം ആൾക്കാർ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പരിപാടി നിർത്തില്ല. കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആയിരിക്കും. എനിക്ക് എൻ്റെ ടീമിൽ നടക്കുന്ന ബിസിനസ് ടേൺ ഓവർ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരുമാനമായിട്ട് പോകാൻ നെറ്റ്വർക്കിലൂടെ. അടുത്തത് പോൾ സെയിൻ പിൽസർ, US എക്കണോമിസ്റ്റാണ്. ഇദ്ദേഹത്തെ പല ആൾക്കാർക്ക് അറിയാം. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ IT കാലഘട്ടമാണ് വരാൻ പോകുന്ന പ്രവചിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അന്നേരം കമ്പ്യൂട്ടർ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. IT കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആ റെവല്യൂഷൻ കഴിഞ്ഞു, ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി പറഞ്ഞാൽ വെൽനസ് ആണ്. വെസ്റ്റീജ് കമ്പനി 100ഓളം വെൽനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും ചേർന്നിട്ടുള്ള കോമ്പിനേഷനായ ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ കോമേഴ്സ്, ഇത് മൂന്നും കൂടെയാണ് വെസ്റ്റീജ് നമുക്ക് ചെയ്യുന്നത്. ഒരു നല്ലൊരു തീരുമാനം, എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ഞാൻ വെസ്റ്റീജിൽ നിന്ന് ഇപ്രാവശ്യത്തെ കുറച്ച് സോപ്പോ പേസ്റ്റോ ചായപ്പൊടിയോ കുക്കിംഗ് ഓയിലോ പാത്രം കഴുകുന്ന സാധനമോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുപയോഗിച്ച് നോക്കാമെന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ, വാങ്ങിച്ചുപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവസരം അവിടെ കമ്പനി തരുന്നുണ്ട്. ഒരു 50 പൈസ പോലും നഷ്ടപ്പെടാതെ, ഒരാളുടെ പോലും ഒരു 5 പൈസ വാങ്ങിക്കാതെ, ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊരു സാധനം പോലും പർച്ചേസ് ചെയ്യിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ നമുക്കൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങളെല്ലാവരും? നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഒരു നല്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ 80 വയസ്സ് 90 വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു അസുഖമില്ലാത്ത വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു 3-4 പ്രാവശ്യം കണ്ടിന്യൂടെ സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് മനസ്സിലാവും. നാളെ രാത്രി ഇതേ സമയത്ത് കയറുവാണെങ്കിൽ, ഇതേ ലിങ്കിൽ കയറുവാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ സെഷൻ്റെ 1 മണിക്കൂർ സെഷൻ ഫുള്ളായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ വരുമാനം വരുന്ന രീതികളെക്കുറിച്ചും ഞാൻ നാളെ പറഞ്ഞു തരുന്നുണ്ടാവും. നാളെ ഇതേ ലിങ്കിൽ ഒന്നുകൂടെ കയറാം. നമുക്ക് 450-ൽ പരം പ്രൊഡക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് പ്രൊഡക്റ്റ് കുറിച്ച് നാളെ പറയുന്നുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പേര് പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, TFM 76-ന് മേലുള്ള സോപ്പ്, അങ്ങനെയുള്ള സോപ്പ് വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം മാർക്കറ്റിൽ. ഡോവ് സോപ്പ് അല്ലെങ്കിൽ PS പോലത്തെ സോപ്പിനൊക്കെ നല്ല വിലയുണ്ട്. പല സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും PS സോപ്പൊക്കെ നല്ലതായി തോന്നുന്നുണ്ടാവും. ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് 50 രൂപയുള്ളൂ. 50 രൂപക്ക് TFM 76-ന് മേലുള്ള സോപ്പ് വെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന നീമിൻ്റെ സോപ്പാണ്. ആർക്കും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാം. അതുപോലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഡോക്ടർമാർ പറഞ്ഞൊരു പേസ്റ്റ് ഉണ്ട്, 240 രൂപ അതിൻ്റെ വില മാത്രമേ ഉള്ളൂ. അതിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നും ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നു. ആ പേസ്റ്റിനേക്കാൾ ഒരു 10 ഇരട്ടിയോളം നിങ്ങൾക്ക് ക്വാളിറ്റി റിസൾട്ട് തരുന്ന പേസ്റ്റ് വെറും 72 രൂപക്ക് വെസ്റ്റിൽ നിന്ന് ലഭ്യമാണ്. 3 എണ്ണം വാങ്ങിക്കാം ആ പൈസക്ക് വെസ്റ്റിലൂടെ. അപ്പോൾ വില കമ്പാരിസൺ ചെയ്യുമ്പം ഒരു നോർമൽ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും. ബ്രഷ് ഉണ്ട്, ഇതിനകത്ത് മൗത്ത് വാഷ് ഉണ്ട്, ചായപ്പൊടി, കോഫി പൊടി, കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, വെളിച്ചെണ്ണയെക്കാളും വില കുറവിൽ omega 3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ, ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത WHO അംഗീകരിച്ച കുക്കിംഗ് ഓയിൽ. നിങ്ങൾ 4 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഇതിൻ്റെ ഒരൊറ്റ ബോട്ടിൽ 2 ലിറ്റർ തവിടെണ്ണയിലൂടെ നിങ്ങൾക്ക് ആ ഒരു മാസത്തെ ചിലവ് തീർക്കാം. അതും വെളിച്ചെണ്ണയെക്കാളും വില കുറവിൽ ആരോഗ്യത്തോടെ വേറൊരു അസുഖങ്ങൾ വരാതെ ആ കുക്കിംഗ് ഓയിൽ നിങ്ങൾ സംരക്ഷിക്കുന്നു. അതുപോലെ ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, മുടി സംരക്ഷണത്തിന് ഹെയർ ഓയിൽ, ഹെയർ സ്പാ, കണ്ടീഷണർ, ഷാമ്പൂസ് ഒക്കെ അവൈലബിൾ ആണ്. തലയിലെ പേനും താരനും പോകാനും മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും ഉള്ള ഒരുപാട് ഐറ്റംസ് അതിനകത്തുണ്ട്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിന് നിരവധി പ്രൊഡക്റ്റുകൾ, 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, പപ്പായ സ്ക്രബ്, ചാർക്കോൾ, പീൽ മാസ്ക്, ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, അത് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന അത്രയും പ്രൊഡക്റ്റുകളുണ്ട്, 100ഓളം പ്രൊഡക്റ്റുകൾ. അതുപോലെ കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. വെൽനസ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിലില്ലാത്തത് ഗ്രോസറി ഐറ്റംസ് ആണ്. അരി, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങളൊന്നുമില്ല.
ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ അതും ഇതിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. 1000-ലധികം പ്രൊഡക്റ്റിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള 21 വർഷം ഒരു ഇന്ത്യൻ കമ്പനി, ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി നിലനിന്ന് പോകുന്ന ഒരു കമ്പനിയോടൊപ്പം ലീഗലായി ചെയ്യുന്ന ബിസിനസ്, ടാക്സ് അടച്ചുകൊണ്ട്, ഇൻകം ടാക്സ് അടച്ചുകൊണ്ട്, വരുമാനം വാങ്ങിച്ചുകൊണ്ട് ലൈഫ് ലോങ് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അൺമ്യൂട്ടാക്കി തരാം. ഇനി ക്ലിയർ ആണെങ്കിൽ ഇതിലൂടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആർ യു റെഡി? ഒന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഐ ആം റെഡി എന്ന് വെച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ആരാണോ ഈ സൂം ലിങ്ക് അയച്ചെന്ന വ്യക്തിക്ക് ഒരു മെസ്സേജ് കൊടുക്കുക. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, ഒരു ഐഡിയ എടുത്തെന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഐഡിയ എടുക്കാൻ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും, ഇതിൻ്റെ ഇൻകം പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇനി വീട്ടിനടുത്ത് ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് സെയിമാണ്. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പുതിയ കുറേ ആൾക്കാരുണ്ട്, 80ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിക്കോളൂ. അരുൺ കുമാർ ചേട്ടാ, ഒന്ന് അൺമ്യൂട്ട് ആക്കാവോ? ഹലോ സർ. ചെറുതായിട്ടെങ്കിലും മനസ്സിലായി, 1% ചെറിയ ക്ലിയർ ആയി. ചേട്ടൻ ഈ സാധനം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഈ കമ്പനിയുടെ സോപ്പോ പേസ്റ്റോ കുക്കിംഗ് ഓയിലോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ജീവിതകാലം മുഴുവനും ചേട്ടനും ഫാമിലിയും മക്കളും അവരുടെ ജനറേഷനൊക്കെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റീജിലുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ സിനിമാ താരങ്ങൾ പറയുമ്പം സോപ്പും പേസ്റ്റൊക്കെ ഒന്ന് മാറി മാറി ഉപയോഗിക്കാറുണ്ടല്ലേ. നമ്മൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. വെളിച്ചെണ്ണ ചിലപ്പോൾ മില്ലിൽ നിന്ന് വാങ്ങിക്കും, ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും, പല സ്ഥലത്തും വാങ്ങിക്കും. ഈ പ്രാവശ്യം ചേട്ടൻ ആദ്യം വാങ്ങിക്കേണ്ട സാധനം കുക്കിംഗ് ഓയിലാണ്. കുക്കിംഗ് ഓയിൽ മസ്റ്റ് ആയിട്ട് മാറ്റുക. വെളിച്ചെണ്ണയെക്കാളും വില കുറവിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ ചേട്ടന് കിട്ടും. അതിനകത്ത് നിന്ന് ഒരു പലഹാരം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ജീവിതകാലം മുഴുവൻ ആ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുള്ളൂ. ചേട്ടൻ മാത്രമല്ല, ചേട്ടന് പരിചയമുള്ള എല്ലാ കുടുംബങ്ങളും ആ കുക്കിംഗ് ഓയിൽ മാത്രമേ ഉപയോഗിക്കൂ. അതാണ് ഈ ബിസിനസ്സിൻ്റെ പവർ. നമ്മൾ ആരെ കൊണ്ട് നിർബന്ധിച്ച് സാധനം വാങ്ങിപ്പിക്കരുത്, ആരെയും നിർബന്ധിച്ച് ഈ ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കരുത്. ആ ബിസിനസ് അല്ല ഇത്. ക്ലിയർ ആവുന്നുണ്ടോ? സജിനി മേഡം പറഞ്ഞ് ഒരു ഐഡിയ എടുക്കുക. എൻ്റെ നമ്പർ സജിനി മേഡം ഇപ്പം തന്നെ അയച്ചു തരുന്നുണ്ടാവും. അവിടെ ഏകദേശം 12 മണി 1 മണി ആയിട്ടുണ്ടാവും. രാവിലെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ തരും. എനിക്കൊരു ഹായ് അയക്കുക. വടകര കല്യാൺ സിൽക്കിലാണ് എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ആ ഭാഗത്തുള്ള കസ്റ്റമറൊക്കെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ചേട്ടന് ഐഡിയ എടുത്ത് കുറച്ച് അത്യാവശ്യം വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ഇതുപോലുള്ള സെഷൻ എല്ലാ ദിവസവും വൈകുന്നേരം അറ്റൻഡ് ചെയ്യുക. 9 മണിക്ക് അറ്റൻഡ് ചെയ്യുക. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതേ ലിങ്കിൽ ഒന്നുകൂടെ കയറുക. ഈ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റി, അത് എന്തിനു ഉപയോഗിക്കണം, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ബാക്കി വടകര ഭാഗത്ത് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഇതിലൂടെ എങ്ങനെ ചേട്ടന് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കണം, അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. തീരുമാനം മാത്രം എടുത്താൽ മതി. ഇതിലൂടെ വിജയിക്കണം, നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ. അനഘ ഒന്ന് അൺമ്യൂട്ടാക്കോ? അനഘ ഒന്ന് അൺമ്യൂട്ടാക്കോ? എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തോ, പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ലതാ മേഡം ഒന്ന് അൺമ്യൂട്ട് ആക്കിക്കോളൂ. സുജിത്ത് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അൺമ്യൂട്ട് ആക്കി ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലീഡർമാർ നോക്കുക, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് ക്ലിയർ ആണെന്നല്ല കേട്ടോ. ബിജു KR ടീമിൽ ഒരു പ്രാവശ്യം കണ്ട പോലെ ഓർമ്മയുണ്ട്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്ത വ്യക്തിൻ്റെ പേരും കൂടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ബിജു KR അൺമ്യൂട്ട് ആക്കിക്കോളൂ. സുജിത്ത് വേണമെങ്കിൽ അൺമ്യൂട്ട് ആക്കിക്കോളൂ. ആർക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ആക്കാം കേട്ടോ. നമ്മൾ ആരും ലോക്ക് ആക്കി വെച്ചിട്ടില്ല, എല്ലാവരും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. റാഫി ലാസ്റ്റാ വന്നെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കേട്ടിനോ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നാളെ കയറിയാൽ മതി, പറഞ്ഞുതരാം. ലതാ മാഡത്തിന് ക്ലിയർ ആണ്. സുജിത കോൺടാക്ട് ചെയ്യുക. ഷെറിൽ പറയൂ, ആരാണ് ചോദിച്ചത്? ക്ലിയർ ആണ്. സുജിത്തിന് ആരാ ഇൻവൈറ്റ് ചെയ്തേ? ഷാഹുൽ സാറിന്റെ കൂടെ. സുജിത്ത് നാട്ടിലെവിടെയാ? കണ്ണൂര് നാറാത്ത്. നമ്മുടെ നാട്ടുകാരാണോ? നാറാത്താണ്. ഓക്കെ ഓക്കെ. സുജിത്ത് എന്താ വർക്ക് ചെയ്യണേ? ഞാൻ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഞാൻ ചെറുകുന്നിലാണ് സുജിത്തെ. ഓ അതെ. ഞാൻ ഞാനിത്
ഇത് ശരിക്കും മനസ്സിലായിട്ടില്ല, നാളെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസം സുജിത്ത് വേറെ ഒന്നും നോക്കണ്ട, ആ, നിങ്ങൾക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന അതെ അതെ ജോലിയോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 3 ഇരട്ടി വരുമാനം ഇതിനകത്ത് വാങ്ങിക്കാൻ പറ്റും പാർട്ട് ടൈമായി ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ. ഓ, ആരെയും വരുമാനം ബുദ്ധിമുട്ടിക്കാതെ, എന്തായാലും ആരും ആഗ്രഹിക്കുമല്ലോ. വിഷമിപ്പിക്കാതെ, ഒരാളുടെ വേർപ്പിന്റെ പൈസയല്ല, അതെ. നിങ്ങൾ അധ്വാനിക്കുന്ന ആ, പൈസയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക, ഉം, ഉം. ഞങ്ങൾ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഹലോ ഹലോ സാർ, പറയൂ റാഫി. മാം എന്നെ ഇൻവൈറ്റ് ചെയ്ത്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറ്. ഞാൻ സൗദിയിലാണ്. അപ്പോൾ ഞാൻ നാളത്തെ ക്ലാസ് ഞാൻ ജോയിൻ ചെയ്യാം. ആരാ ഞാനിപ്പോ റാഫിനെ ഇൻവൈറ്റ് ചെയ്തേ? എന്നെ ഷമീറത്ത് മാം ആണ്. ഓക്കെ മിസ്സിസ്. റാഫി ഭായി, നാളെ ഇൻവൈറ്റ് ചെയ്ത നാളെ ഇതേ സമയത്ത് ഒന്നുകൂടി കയറി 9 മണിക്ക് കേട്ടോ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. സൗദി ടൈം 6:30. ആ, ഓക്കെ, ഡൺ ഡൺ ഡൺ. ഓക്കെ, ഓക്കെ, ഒന്ന് ടുമോറോ ഐ അറ്റൻഡ് വിൽ ബി ചെയ്യാൻ ദേർ. ക്ലിയർ ആയി. ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ ഇതിലൂടെ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന പ്രവാസിയായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ ദുബൈയിലെ ഉള്ളത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലക്ഷങ്ങൾ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പൈസയും കളയാതെ നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്നുള്ള കുറച്ച് സമയം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം ഒരു ലക്ഷറി ലൈഫ് അവിടെ നാട്ടിൽ കിട്ടും കേട്ടോ. ആ, ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. നാട്ടിലെവിടെയാണ് റാഫി? ഞാൻ ട്രിവാൻഡ്രത്താണ്. എനിക്ക് ടെക്നോ പാർക്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹം. നടക്കുമല്ലോ അല്ലേ? 100%. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് വീട് വെക്കാൻ വേണ്ട കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് വെക്കാൻ. ഗൾഫിൽ വന്നിട്ട് സ്വന്തമായിട്ട് വീട് എൻ്റെ പേരിൽ ഒരു വീടാക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഒരു വീട് വെക്കാൻ, ആ വീടിൻ്റെ ഫണ്ട് വാങ്ങിക്കുന്ന വ്യക്തിയാണ് റാഫി ഞാൻ. എനിക്ക് എല്ലാ മാസവും ഹൗസ് ഫണ്ട് വരുന്ന വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ ഞാൻ എന്തായാലും നാളെ ഫുൾ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാം. എന്തായാലും ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഇൻഷാല്ലാ. ഓക്കെ, അതുപോലെ ബിജു കെയറിനെ ഇൻവൈറ്റ് ചെയ്ത ആളെ പേരൊന്ന് ടൈപ്പ് ചെയ്യോ? ബിജുവിന് ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ടൈപ്പ് ചെയ്യോ ആരാ ഇൻവൈറ്റ് ചെയ്ത് ബിജു കെയറിനെ? സാറേ ഷെറിനുണ്ടായത് മകളാണ് കേട്ടാ. ആരാണ്? ഷെറിൻ മകളാണ്. ഖാലിദ് ഭായിന്റെ മകളാണോ? അതെ സാർ. നെക്സ്റ്റ് ജനറേഷൻ. അവിടെ പേര് ഐഡിയ എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഐഡിയ എടുക്കാൻ എടുത്തു സാർ, എടുത്തു ഇനി എടുത്ത് ടീം പർച്ചേസ് ബിൽഡ് ചെയ്യുന്ന അവളുടെ പേരിലായിരിക്കണം കേട്ടോ. ഓക്കെ സാർ. അടുത്ത വർഷം ജൂൺ 14-ാം തീയതി എൻ്റെ മകളുടെ ഐഡിയ എടുക്കും ഞാൻ. അതിനോട് വെയിറ്റ് ചെയ്യണം. പിന്നെ വരുന്ന എൻ്റെ എല്ലാ ടീമും എൻ്റെ മകളുടെ താഴെയായിരിക്കും. അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കി 15 ലെഗും ബിസിനസ് ഡെവലപ്പാക്കി വെക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും. പിന്നെ 16-ാമത്തെ ലെഗ് എൻ്റെ മകളുടെ ലെഗായിരിക്കും. അവിടെയാണ് ബാക്കിയുള്ള ബിസിനസ് വളരെ. 23-ാമത്തെ വയസ്സിൽ എൻ്റെ മകളുടെ വരുമാനം 5 ലക്ഷം രൂപ കിടക്കും. ആ ഒരു സ്വപ്നത്തോടെ ഞാൻ വർക്ക് ചെയ്യും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ എക്സ്ട്രാ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോട്ടോ, അത് പറഞ്ഞുതരാം. ഒന്ന് ഞാൻ ആരെയും ലോക്കാക്കിയിട്ട് എല്ലാവരും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു സൂം മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ മ്യൂട്ടാക്കി തരില്ല, അൺമ്യൂട്ടാക്കി തരില്ല കേട്ടോ. ഷഹീദ ജബ്ബാർ ഉച്ചക്കുണ്ടായ വ്യക്തിയാണ്. എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചോളൂ കേട്ടോ. നിർമ്മല മാഡത്തിന് അൺമ്യൂട്ടാക്കാൻ പറ്റാഞ്ഞിട്ടാണ് തോന്നുന്നു. സതീഷ് ഭായിക്ക് എന്തെങ്കിലും ചോദിക്കാം. അതെ, പറയൂ. നമ്മളിപ്പോ ഒരാള് അവർ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് എന്താ ചെയ്യേണ്ടത്? അവരുടെ ഐ ഡി ചേരാൻ ആഗ്രഹം, നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഐ ഡി എടുത്ത് കൊടുക്കുക. നിങ്ങളുടെ ലീഡർമാരോട് പറഞ്ഞ് അവർ ഐ ഡി എടുത്ത് കൊടുക്കും. അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ കാർഡിലുള്ള പോലെ അങ്ങ് വാങ്ങിക്കുക, അത് ഐ ഡി എടുത്ത് കൊടുക്കുക. പക്ഷെ അവർക്ക് ഒരു ബിസിനസ് ആയിട്ട് ഇതിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. എന്നാൽ അവർക്കൊരു ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല, വീട്ടിലെ ആവശ്യത്തിന് വാങ്ങാന്ന് വെച്ചാല് കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് മീറ്റിങ്ങിന് വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഐ ഡി എടുത്ത് കൊടുത്തിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. സതീഷ് ഭായി ആരുടെ ടീമിലെ? നീതുവിന്റെ ടീമാണോ? അല്ല, ദിലീപാട്ടിന്റെ സുകുമാരൻ സാർ. സുകുമാരൻ ചേട്ടൻ. സുകുമാരൻ ചേട്ടാ, എനിക്ക് സതീഷ്. ഓക്കെ, നിർമ്മല മേഡം ഒറ്റ മിനിറ്റ് അങ്ങനെ നോക്കെ, ഒരു മിനിറ്റ്. സതീഷ് ഭായി ഈ സുകുമാരൻ ചേട്ടനെ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങി എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ ബാക്കിയെല്ലാം ചെയ്തത്. ശരി. നിർമ്മല മേഡം ഒന്ന് സംസാരിക്കാവോ? ആരാണ് മേഡം ലിങ്ക് തന്നെ അറിയാവോ? സുകുമാരൻ സാറാണ്. സുകുമാരൻ ചേട്ടൻ. കുറച്ചൊക്കെ മനസ്സിലായോ? അതെ അതെ. നാട്ടിലെവിടെ സ്ഥലം? നാട്ടിലിവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, ചെത്തല്ലൂർ. ഏത് ജില്ലയാണത്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ നിർമ്മല ചേച്ചി? ഞാൻ ടെക്സ്റ്റൈൽസിൽ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറെ വർഷമായോ? ഇല്ല, 3 വർഷമായിട്ടുള്ളൂ.
മകള് വലിയ എത്ര മോള് പഠിക്കുന്ന കുട്ടിയാണോ? ആ മകള് പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കണേ? അവള് പി ജി ചെയ്യും. ഓക്കെ, ഇത് ചേച്ചി ഒരു കാര്യം ചെയ്യുക, അവൾക്ക് വേണ്ടിയിട്ട് ഈ ബിസിനസ് സീരിയസ് ആയി ഒന്ന് കാണാൻ ശ്രമിക്കാവോ? അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ആ ബിസിനസ്സിൽ ഓക്കെ സീരിയസ് ആയി ശ്രമിക്കുക. ചേച്ചി ജോലിക്ക് പോയി വന്ന ശേഷം രാത്രിയുള്ള ഈ സമയത്ത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഒരു 3-4 പ്രാവശ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലാവും ബിസിനസ് കേട്ടോ. ആ എന്നിട്ട് മകളുടെ സപ്പോർട്ട് വാങ്ങിക്കുക, ഇത് എങ്ങനെ ചെയ്യണം, മുന്നോട്ട് പോകണം. അവരെയും കൂടെ അടുത്ത ക്ലാസ്സിൽ ഇരുത്തുവാണെങ്കിൽ അവളുടെ പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തുള്ള ക്ലാസ്സുകൾ അവളെ ഫുൾ എനർജറ്റിക് ആക്കി മാറ്റുന്നുണ്ടോ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് പോലും അവൾക്ക് എനർജറ്റിക് ആയി മാറാൻ സാധിക്കുന്നു ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഓക്കെ. ഹലോ സാർ. പറയൂ ഹലോ പറയൂ ഹലോ ഹലോ സാർ. പറഞ്ഞോ കേൾക്കാം. ആ പിന്നെ ഞാൻ രമാഭായിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി ഞാൻ എനിക്ക് മനസ്സിലായി, പറഞ്ഞോളൂ. ഹലോ. ആ സാർ, എന്റെ അനുഭവം ഞാൻ ഇന്ന് 2-3 പേർക്ക് പങ്കുവെച്ചു. അപ്പൊ അവർക്ക് നല്ല താല്പര്യമുണ്ട് സാധനം വാങ്ങണം. പക്ഷെങ്കിലും ഈ 2 ലിറ്ററിന്റെ 2 കിലോയുടെ എണ്ണ അവർക്ക് ആദ്യമായിട്ട് വാങ്ങാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ 1 ലിറ്ററിലാക്കി നമുക്ക് തരാൻ പറ്റുമോ? അതാണ് അല്ല, ചോദിക്കുന്നത്. അത് അത് 2 ലിറ്റർ. രമേശ് ചേച്ചി ഒരു കാര്യം ചെയ്യും, 2 ലിറ്റർ വാങ്ങിച്ചിട്ട് അവർക്ക് 1 ലിറ്റർ കൊടുത്താൽ പോരെ? അത് അങ്ങനെ ആകുമ്പോ നമ്മൾ ലൂസ് എണ്ണ കൊടുക്കുമ്പോ അത് അവർക്കൊരു അവരുടെ കയ്യിൽ താല്പര്യക്കുറവ് 1 ലിറ്ററിന്റെ വരത്തില്ലേ? ബോട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഒരു വീട്ടിൽ ഒരു 1 ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങിക്കുക, കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ ശേഷം അതിനകത്ത് ഒഴിച്ചു കൊടുക്കും 1 ലിറ്റർ ബോട്ടിൽ. ശരി. എന്നാ അങ്ങനെ കമ്പനി നോക്കാം. 2 ലിറ്റർ വെളിച്ചെണ്ണ എണ്ണ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാസം ഒരു ഫാമിലിക്ക് 2 ലിറ്റർ എണ്ണ ആവശ്യമാണ്. എന്തായാലും വേണം. ഒരു അത് ഫാമിലി ഞാൻ പറഞ്ഞു. പാക്കേജാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ആ അതെ, അത് അവർക്ക് നമുക്കറിയാം അത്. ആദ്യത്തെ പക്ഷെ പ്രാവശ്യമേ അങ്ങനെ കാണിക്കുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം 1 ലിറ്റർ വാങ്ങിക്കാൻ മടി കാണിക്കുള്ളൂ. പിന്നെ അവർ സ്ഥിരമായിട്ട് 2 ലിറ്റർ വാങ്ങിക്കും കേട്ടോ. പിന്നെ വാങ്ങിക്കാം. അതെ, എനിക്കിത് അനുഭവമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സാധനം. അതാ അത് പറഞ്ഞത്, വെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം ഞാനും ഇങ്ങനെ തന്നെയാണ് മാഡം. 2 ലിറ്റർ വാങ്ങിക്കാൻ മടി കാണിച്ച വ്യക്തിയാണ്, ടേസ്റ്റ് വ്യത്യാസം വെച്ച് നിന്ന വ്യക്തിയാണ്. അപ്പൊ അതില്ലാണ്ട് പറ്റൂല. അതെ. അപ്പൊ മാഡം ഒരു കാര്യം ചെയ്താൽ മതി, 2 ലിറ്റർ വാങ്ങിക്കുക, അവർക്ക് 1 ലിറ്ററിന്റെ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ലിറ്ററിന്റെ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശരി. ഓക്കെ അതിന്റെ 1/2 ഓക്കെ ലിറ്ററിന്റെ താങ്ക് പൈസ യു സാർ. വാങ്ങിക്കുമ്പോൾ ഒരു 10 രൂപ അധികം വാങ്ങിച്ചോ. പിന്നെ നാളെ സൺഡേ ആണ്. നമ്മുടെ നീലേശ്വരം ഔട്ട്ലെറ്റ് വർക്കിംഗ് ആണോ സാറേ? നാളെ ചിലപ്പോൾ ഷോപ്പ് ബന്ധായിരിക്കും. ചിലപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് അടുത്തായതുകൊണ്ട് ചിലപ്പോൾ ഓപ്പൺ ആവുന്നില്ല. ഞാൻ വിളിച്ച് ചോദിച്ച് പറഞ്ഞാൽ മതി. രാജിച്ചേട്ടൻ ചോദിച്ചോളൂ, രാജിച്ചേട്ടൻ പറഞ്ഞാൽ മതി, രാജിച്ചേട്ടൻ ചോദിച്ച് പറഞ്ഞു തരും. രമേശ് ചേച്ചിന്റെ വീട് എവിടെയാ? എന്റെ വീട് കുണ്ട്ര എന്ന് പറയും. കുണ്ട്ര അറിയാമോ? അറിയാം, കുണ്ടറ ജോലിയുടെ സ്ഥലം. കുണ്ട്ര പെരുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഓക്കെ, അത് അതിനടുത്ത് ഷോപ്പ് കൊട്ടാരക്കര അടുത്താണോ? അതെ. ഓമന ചേച്ചി വിളിച്ചു. ഓമന ചേച്ചിനെ വിളിച്ചു വെച്ചാൽ ഷോപ്പ് ഓപ്പൺ ആക്കി തരും. ഓമന ചേച്ചിയുടെ ഫോൺ നമ്പർ എനിക്ക് ഓമന ചേച്ചിയുടെ ഫോൺ നമ്പർ ഇല്ലാതായി, അത് അതുകൊണ്ടാണ്. ഭീമാ മേഡം ഇപ്പൊ തന്നെ അയച്ചു തരും കേട്ടോ. ഭീമാ മേഡം ഇപ്പൊ തന്നെ അയച്ചു തരും. ഇല്ലെങ്കിൽ ഭീമാ മേഡത്തിന്റെ ഫ്രണ്ടാണ് ഓമന ചേച്ചി, ചങ്കാണ് അവർ വിളിച്ചു പറഞ്ഞാൽ തുറന്നു തരും. രാജചേട്ടൻ കൊടുക്കും. പിന്നെ ഞാൻ കൊടുത്തോളാം. പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടോ? നിർമ്മല ചേച്ചി പാലക്കാട് ടൗണിലുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ്. പട്ടാമ്പി ഉണ്ട്, മണ്ണാർക്കാട് ഉണ്ട്. മണ്ണാർക്കാട് ഉണ്ട്. മണ്ണാർക്കാട് പോകുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞു. ചെറിയ ഷോപ്പാട്ടോ. ഏറ്റവും വലിയ ഷോപ്പ് പാലക്കാട് ടൗണിലാണ് ഉള്ളത്. മണ്ണാർക്കാട് ചെറിയ ഷോപ്പാണ്. തൽക്കാലം സാധനം വാങ്ങിക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. മണ്ണാർക്കാട് അടുത്താണോ? മണ്ണാർക്കാട് അടുത്തല്ല, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ഉണ്ട്. ഓൺലൈനായിട്ട് കിട്ടുമോ? ഓൺലൈനിൽ കിട്ടും. ഓൺലൈൻ വഴി കൊറിയർ വഴി വരും. അല്ലെങ്കിൽ അഥവാ കുറച്ച് മാത്രമേ സാധനം വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി വരും. എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ജോയിൻ ചെയ്യാനായിട്ട് അതിപ്പോൾ സുകുമാരൻ ചേട്ടൻ ഇത് കഴിഞ്ഞ ഉടനെ നിർമ്മല ചേച്ചിയുടെ നമ്പർ എനിക്ക് തരും. അപ്പോൾ എനിക്കൊരു ഹായ് അയച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ സംവിധാനം പറഞ്ഞുതരും. ഇല്ലെങ്കിൽ സുകുമാരൻ ചേട്ടൻ്റെ കൂടെ ഒരു സുമയ മാഡം ഉണ്ട്, അവർ മാഡം സപ്പോർട്ട് ചെയ്യും. ബിജു ചോദിച്ചോളൂ. ബിജു എന്തെങ്കിലും ക്ലാരിറ്റി വേണം ചോദിക്കാം. ഇതിന് ഇടുക്കി ജില്ലയിൽ ഇതിന് ഷോപ്പ് ഒക്കെ ഉണ്ടോ? ഇടുക്കിയിൽ കട്ടപ്പന. കട്ടപ്പനയല്ലേ? കട്ടപ്പന അടുത്താണെങ്കിൽ പോയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് സാധനത്തിക്കും സംവിധാനമുണ്ട്. ഓൺലൈൻ വഴി ചെയ്യാം. ബിജു ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത്? ബിജു ഭായി എന്ത് ജോലി ചെയ്യുന്നത്? സാറേ KSRTC ഡ്രൈവർ ആണ്. ഓക്കെ. ഷാഹുൽ, ബിജു ചേട്ടൻ എൻ്റെ നമ്പർ കൊടുക്കണം കേട്ടോ.
ബിജു ചേട്ടനോ? അത് ആരാണ്? ബിജു കെയർ. ബിജു കയർ. ആരാ ചേട്ടനെ ഇൻവൈറ്റ് ചെയ്തത്? സുകുമാരൻ. ആ, സുകുമാരൻ ചേട്ടൻ. സുകുമാരൻ ചേട്ടാ, ബിജു ചേട്ടൻ എന്റെ നമ്പർ കൊടുക്കണം കേട്ടോ. സാറേ എന്റെ കയറപ്പില് ഫോൺ കൊടുത്തില്ല. ഷാഹുലിന്റെ ആരാ? കൺഫ്യൂഷൻ ആക്കല്ലേ. കണ്ണൂരിന്ന് ആരുണ്ടല്ലോ? ആ, കണ്ണൂരിലെ ചേട്ടന്റെ പേര്? ആ മൂപ്പരോട് എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ പറയാം. ആര്? സുജിത്ത് ഭായി ഒന്ന് ഷാഹുലിനെ കോണ്ടാക്ട് ചെയ്യണേ, ഒന്ന് മെസ്സേജ് കൊടുക്കണേ. കാരണം അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു 45-50 ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവില്ല ആരാന്നുള്ളത്. ഓക്കെ, ചെയ്യാം സാർ. അദ്ദേഹത്തിന് സുജിത്തിനെ പോലെ തന്നെ ഏകദേശം 45 ലീഡർമാർ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലെല്ലാം അദ്ദേഹം നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ലീഡറാണ്. ജസ്റ്റ് ഒരു ഹായ് കൊടുത്ത് എനിക്കിതിലുള്ള വരുമാനം വാങ്ങിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞ് കൂടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എത്തിച്ചേരും. ഓക്കെ സാർ, ചെയ്യാം. അതുപോലെ മിനിത ആൻഡ് രേഷ്മ നേരത്തെ കയറിയിട്ടില്ല, അവർ നന്മണ്ടാക്കാവോ? മിനിത രേഷ്മ ഒന്ന്, രേഷ്മയില്ല, മിനിത മാത്രം നന്മണ്ടാക്കാവോ? മിനിത കേൾക്കുന്നുണ്ടോ? ഹലോ മിനിത മാഡം, കേൾക്കുന്നുണ്ടെങ്കിൽ നോക്കിയേ പറയും. സുമ മാഡം, നീതു സുമ ഇൻവൈറ്റ് ചെയ്താ കേട്ടോ. നീതു അറിയാവോ? സുമ മാഡം ഇൻവൈറ്റ് ചെയ്യുന്ന അറിയാവോ? നീതുവിന് അറിയാവോ? ഇല്ല മാഡം, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിനിത രേഷ്മ രണ്ടുപേരുണ്ട് അവര്. ഒരാളെ ഇപ്പം കയറിയിട്ടുള്ളൂ. മിനിത കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ മാഡം. നിങ്ങൾ ഓൾറെഡി ഒരു ഓപ്പർച്യൂണിറ്റി തേടി വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി തരാം കേട്ടോ. പാർസൽ ചാർജ് ഹലോ, പറയൂ. പാർസൽ ചാർജ് വാങ്ങുന്ന വെയിറ്റിനനുസരിച്ചല്ലേ? നമ്മൾ ഓൺലൈൻ വഴി കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ 2500 മേലെ ഫ്രീ ഡെലിവറിയാണ്. 2500 താഴെ 66 രൂപ ചാർജ്. ഓക്കെ. അടുത്ത വേറെ ഓപ്ഷൻ, നമ്മൾ ഷോപ്പിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അത് വെയിറ്റ് അനുസരിച്ച് ചാർജാണ്. അത് നമ്മളെ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഷോപ്പുകാരെ റെസ്പോൺസിബിലിറ്റി. നമ്മളെപ്പോഴും ഓൺലൈൻ ചെയ്താൽ മതി. അല്ല സാറേ, നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ബ്രീഫ് പങ്കുവെക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ചുരുങ്ങിയാൽ. ഞാൻ കേട്ടിട്ടില്ല. റാഫിയാണ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബ്രീഫ് നാളെ ഉണ്ട്. നാളെ പ്രൊഡക്റ്റ് സെഷൻ ഉണ്ട്. ആ, ഓക്കെ. അതിന്റെ പ്രൊഫൈൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ കാറ്റലോഗിൽ അയച്ചു തരും കേട്ടോ. ആ, ഓക്കെ. PDF അയച്ചു തരും. ഞാൻ വെറുതെ ജസ്റ്റ് പറഞ്ഞ FMCG പ്രൊഡക്റ്റുകളുണ്ട്, ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുണ്ട്, കൃഷിക്കാരെ സഹായിക്കപ്പെടുന്ന അഗ്രി പ്രൊഡക്റ്റ് ഉണ്ട്, വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഗ്രോസറി ഇല്ലാന്നില്ല, അരി ഇല്ല, പയറുവർഗ്ഗങ്ങളില്ല, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷെ അതും ഇതിലേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അത് ഏതാണെന്നുള്ള പ്രൊഫൈൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അതനുസരിച്ച് കാറ്റലോഗ് റാഫി ബൈക്ക് അയച്ചു. ആ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി പേര് ഷമീറത്ത് അയച്ചു കേട്ടോ. കാറ്റലോഗും അതിന്റെ PDF എല്ലാം അയച്ചിട്ടുണ്ടോ? ഓക്കെ, ഡൺ. ഓക്കെ. അതിനെപ്പോഴും പ്രൈസ് കാണുമ്പോൾ റാഫി ഭായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ പ്രൈസുമായിട്ട് നോക്കും കേട്ടോ. എന്ന് വെച്ചാൽ പേസ്റ്റ് നോക്കുവാണെങ്കിൽ സെൻസുഡിനായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ 1/3 ഭാഗം പ്രൈസേ ഉള്ളൂ. ക്വാളിറ്റി സെൻസുഡിനേക്കാളും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കോൾഗേറ്റിന്റെ വിലയായിട്ട് കമ്പാരിസൺ ചെയ്യാതിരിക്കുക. ആ പേസ്റ്റ് പോലത്തെ പേസ്റ്റ് അല്ല ഇത്. ഓക്കെ. ഞാനത് നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ പറയാൻ കഴിയില്ല. അത് കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ നാളത്തെ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ എന്റെ നമ്പർ വാങ്ങിച്ചു. എന്റെ നമ്പർ തരുമ്പോൾ എനിക്ക് ഹായ് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ റാഫി ആണെന്ന് ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ സംശയങ്ങളുണ്ടോ അതും ഞാൻ ക്ലിയർ ആക്കി തരും. ഓക്കെ, ഡൺ. ഓക്കെ. ഇനി വേറെ അഭിജിത്തിനോ എന്തെങ്കിലും ഡൗട്ട്, പുതിയ ഡൗട്ടിന് ചോദിക്കാം കേട്ടോ. ഇന്നലെ കേട്ട ആൾക്കാർക്ക് ഇന്ന് പുതിയ ഡൗട്ടിന് ചോദിക്കാം. നൗഫൽ, സൗദി അറേബ്യ, എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചോളൂ. അഭിജിത്ത് 6 എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ഖദീജ മാഡം, അലീമ മാഡം, മഹേശൻ കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ?
നൗഫൽ ആ സാർ നൗഫൽ എന്തുകൊണ്ടോ? സാറേ അല്പം ബിസിയിലാണ്, അല്പം ബിസിയിലാണ്, ഞാൻ വരാം. നോ പ്രോബ്ലം വാട്സപ്പ് ചെയ്താൽ മതി. ഡ്യൂട്ടിയിലാണ്, അതാ. നോ പ്രോബ്ലം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞു. ഷക്കീല മുഹമ്മദ് മാഡം, നിങ്ങൾക്ക് അൺമ്യൂട്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ഒന്ന് മെസ്സേജ് ആയിക്കോട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ബാക്കി ഇതിൽ ഉച്ചക്കും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കുറേ പ്രാവശ്യം കേട്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ID എടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യുക. എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതിൻ്റെ ക്വാളിറ്റി നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം മറ്റുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്, സ്വന്തമായിട്ട് വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ കോൾഗേറ്റിൻ്റെ സാധനം വാങ്ങിക്കുമോ? ഇല്ലല്ലോ. സ്വന്തം സ്ഥാപനമായിട്ട് വെസ്റ്റീജിനെ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു കോൺഫിഡൻറ്റിൽ അതിനെ കാണാൻ ശ്രമിക്കുക. പല ആൾക്കാർ ഇതിലേക്ക് വന്ന സമയത്ത് ആദ്യം കമ്പാരിസൺ ചെയ്യുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റിൽ ബിസിനസ് ചെയ്യാതിരിക്കുക. ഇതിന് ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ വരിക. ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം നമ്മുടെ വീട്ടിലേക്ക് പല കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ആരൊക്കെയോ സെലിബ്രിറ്റിയായി കോടീശ്വരന്മാരെ മാറി, നമ്മൾക്കൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം അവിടെ ഒരു ബിസിനസ് അവസരമുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ എന്ത് ഉണ്ടാക്കാൻ പറ്റും? 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 1000 രൂപ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് കിട്ടുന്ന കാര്യം. ഒരു 100 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും, ഒരു ചെറിയൊരു ക്യാഷ് ബാക്ക് കിട്ടും. അത് തന്നെ ആദ്യം കിട്ടുള്ളൂ. അല്ലാതെ 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 50,000 കിട്ടുന്ന പ്രതീക്ഷിച്ച് ആരും വരരുത്. ആരെ കൊണ്ടും സാധനം വാങ്ങിപ്പിച്ചിട്ട് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേൺ ഓവർ ലാഭം നമുക്ക് വരുന്നുണ്ടാവും. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ദയവ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും നിർബന്ധിച്ച് സാധനം വാങ്ങിപ്പിച്ചിട്ട് അതിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരും വരാതിരിക്കുക. അങ്ങനെയുള്ള ബിസിനസ് അല്ല ഇത്. ഒരാളെയും കഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ പല കമ്പനികളും നമ്മുടെ പാവപ്പെട്ട വീട്ടമ്മമാരെ കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ലീഡർമാരെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല ബിസിനസ് ചെയ്യേണ്ടത്. ഒരാളെയും കഷ്ടപ്പെടുത്താതിരിക്കുക, ഒരാളുടെ വേർപ്പിൻ്റെ പൈസ ആഗ്രഹിക്കാതിരിക്കുക. നിങ്ങൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു തരാൻ നമ്മളെല്ലാ ലീഡേഴ്സും റെഡിയാണ്. ഞാൻ ഒറ്റക്കല്ല, എന്നെപ്പോലെ ഒരുപാട് ലീഡേഴ്സ് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അവർ നിങ്ങളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ആരാണോ അഡ്മിനുള്ള ആ വ്യക്തിക്ക് ഒരു ഹായ് കൊടുക്കുക. ഇത് രജിസ്ട്രേഷൻ ചെയ്യണല്ലോ. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ID അയച്ചു കൊടുക്കുക. പേര് കറക്റ്റ് ആധാറിലുള്ള പേര് തന്നെ ആയിരിക്കണം. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്ത് തരുന്നുണ്ടാവും. എൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ച് അവർ തരും. എനിക്കൊരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്ക് ടു ഭീമ മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രസന്റേഷനും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അവരെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. അതൊരു എൻട്രി ഗ്രൂപ്പ് മാത്രമാണ്, അതിലായിരിക്കും നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടാവുക. നിങ്ങൾ ഇതിൽ ID എടുക്കുന്ന നിമിഷം നിങ്ങളുടെ ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലോട്ട് എൻ്റർ ആവുകയും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം എല്ലാവിധ അപ്ഡേഷനും അവിടെ ലഭിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. അപ്പോ നമ്മളെല്ലാവരും ഈ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഈ കയ്യിൽ കിട്ടിയ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെ കൂടെ എല്ലാം നിൽക്കേണ്ടത് കൈപിടിച്ചുയർത്താമെന്ന് ധൈര്യം കാണിക്കുന്നവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. നമ്മളെല്ലാവരും ലൈഫിൽ വലിയ ഡ്രീംസ് ഉള്ളവരാണ്. ആ ഡ്രീംസ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യണം. നമ്മുടെ ജീവിതം വലിയൊരു സക്സസിലൂടെ എത്തിക്കണം. അതിന് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഈസി ആയിട്ട് അത് നേടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും കാത്ത് വലിയൊരു സക്സസ് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അതെല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും കയ്യെത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്.